ബോംബെയിൽ മാർക്കറ്റിൽ മീൻ കിട്ടാനില്ല. ഉള്ള മീനെന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ വില. ഈ മീനിപ്പോൾ ഇതിന് ഞങ്ങളവിടെ മലപ്പുറത്തുകാർ ഇത് പുതിയാപ്പിള കോര എന്നൊക്കെയാണ് പറയുക. വേറെ എന്താണോ ഇതിൻ്റെ പേരുള്ളത് അതറിയില്ല. പക്ഷേ ഇത് 300 ഉറുപ്പ്യാണ് ഇപ്പോൾ ഇതിന് പറഞ്ഞത്. അവസാനം കയ്യും കാലും പിടിച്ചിട്ട് 200 ഉറുപ്പ്യക്ക് വാങ്ങിയ മീനാണ്. എന്താ നിങ്ങളോടൊക്കെ പറയുക? ഒരു ദിവസത്തെ ചിലവ് കഴിഞ്ഞിട്ടാൽ ഭയങ്കര ചില്ലറ പണിയൊന്നുമില്ല. ഇപ്പോൾ 200 ഉറുപ്പ്യയുടെ മീൻ, അതുപോലെ തക്കാളി, ഉള്ളി, പച്ചമുളക്, അതിക്ക് വേണ്ട സാധനങ്ങളൊക്കെ പാടെ 10-200 ഉറുപ്പ്യ. അത് 400 ഉറുപ്പ്യോളം ഒരു ദിവസത്തെ ചിലവാണ്. നിങ്ങൾ ഈ ഇളനീ കച്ചവടക്കാരൊക്കെ അവസ്ഥയായിട്ടാണ് ഈ പറഞ്ഞത്. ഒരു ഇളനീം വിറ്റാൽ 6 ഉറുപ്പ്യ 5 ഉറുപ്പ്യ കിട്ടുള്ളൂ. അപ്പോൾ ഈ വൈകുന്നേരം വരെ 100 ഇളനീം പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. 100 ഇളനീം പോയാൽ ഒരു 10-600 ഉറുപ്പ്യ ഒരു ദിവസം കിട്ടും. അപ്പോൾ ഈ 100 ഇളനീ, അത് 100 ഇളനീം പോകണം. ഇപ്പോഴത്തെ ഇളനീൻ്റെ വില 58 ഉറുപ്പ്യാണ് കേട്ടോ. 58 ഉറുപ്പ്യാണ് മൈസൂർ ഇളനീൻ്റെ വില. അങ്ങനെയുള്ള ഇളനീ കച്ചവടക്കാരുടെ അവസ്ഥ ഇപ്പോൾ ഈ പറഞ്ഞത്. അങ്ങനെ ഇന്ന് മീൻ വാങ്ങിയിട്ട് നല്ലൊരു കറി കൂട്ടി ചോറ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ 400-500 ഉറുപ്പ്യ ആവണം. 100 ഇളനീം വിറ്റ് ആകെ 600 ഉറുപ്പ്യ, 500-600 കിട്ടുള്ളൂ. അപ്പോൾ ഈ അത് മീനും സാധനങ്ങളൊക്കെ ഇവിടെ മേടിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ കുടുംബത്തേക്ക് എങ്ങനെ ഒരു 10 ഉറുപ്പ്യ കുടുംബത്തേക്ക് എങ്ങനെ ഒരു 10 ഉറുപ്പ്യ കിട്ടും എന്നുള്ള ആ ഒരു ചിന്തയാണ്. കാരണം വെച്ചാൽ നല്ല മീൻ വാങ്ങി തിന്നണം നല്ല ആഗ്രഹമുണ്ട് ഈ കണ്ണത്തെ രാജ്യത്ത് വന്നിട്ട്. പക്ഷേ ഇത് വാങ്ങുമ്പോൾ മനസ്സിൽ ഭയങ്കര പ്രശ്നമാണ്. പടച്ചോനെ നാട്ടിൽ കുട്ടികളും മക്കളൊക്കെ ഉള്ളതാണ്, അവർക്ക് എന്തെങ്കിലും വിട്ടുകൊടുക്കേണ്ടതെന്നുള്ളൊരു ചിന്ത വന്നിട്ട് അവസാനം ഉള്ള കുറേശ്ശെ പൈസ കൊടുത്തിട്ട് കിട്ടുന്നത് കുറച്ച്. ഇപ്പോഴത്തെ 200 ഉറുപ്പ്യ 400 ഉറുപ്പ്യയുടെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് 400 ഉറുപ്പ്യോളമായി. ഇനി എങ്ങനെ ഇന്നത്തെ കാലത്ത് ജീവിതം കഴിഞ്ഞ് പോകുമെന്ന് ആലോചിക്കണേ. എല്ലാ ഇളനീ കച്ചവടക്കാരും ഇവിടെ ബോംബെ ഒഴിവാക്കി പോയിക്കണേ. കാരണം ഇതിൻ്റെ മുകളിൽ ഒന്നും കിട്ടായിട്ട് അവസാനം ബംഗാളികൾക്കൊക്കെ കൊടുത്തിട്ടാണ് ഈ പാവങ്ങൾ ഇവിടുന്ന് എല്ലാവരും പോയി. ഞാനിപ്പോൾ ഈ തെങ്ങിൻ്റെ മുകളിൽ കൊത്തിപ്പിടിച്ച് കയറുന്നതുകൊണ്ട് ഒരു 500 ഉറുപ്പ്യ 1000 ഉറുപ്പ്യെങ്കിലും മാറ്റിയേക്കാൻ കിട്ടുന്നുണ്ട്. നിങ്ങൾ അതും കിട്ടൂല. കാരണം ഈ 600 ഉറുപ്പ്യക്ക് 400 ഉറുപ്പ്യ ചിലവും കഴിഞ്ഞാൽ പിന്നെ എന്താ ഇനി ബാക്കിയുള്ള ഇവിടെ കഴിഞ്ഞ് പോകും. നിങ്ങളൊന്ന് ആലോചിച്ചേക്കാൻ. ഒരുപാട് പണ്ടത്തെ കാലത്ത് തന്തിയും തള്ളാരും മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഭൂമി എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതായിട്ട് അവരുടെ ജീവിതം നല്ലപോലെ കഴിഞ്ഞു പോകും. അല്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു 10 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ട് അതിലൊരു വീട് വെക്കാമെന്ന് വെച്ചാൽ ജന്മത്തിന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ 15,000-20,000 ഉറുപ്പ്യാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ശമ്പളം ഈ ബോംബെയിൽ. 15,000 ഉറുപ്പ്യാണ്. 15,000 അല്ലെങ്കിൽ 16,000. അതിൻ്റെ അപ്പുറം ഒരു കച്ചവടക്കാർക്കും ശമ്പളം കൊടുക്കണില്ല. അതുകൊണ്ട് എങ്ങനെ ഈ 600 ഉറുപ്പ്യ 600-700 ഉറുപ്പ്യ വൈകുന്നേരം വരെ ഇളനീ വിറ്റാൽ കിട്ടും? കുറച്ചോനെ എങ്ങനെ നിങ്ങളോടൊക്കെ പറയുക? പഴയ കാലത്ത് തന്തിയും തള്ളാരും മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അതുകൊണ്ട് രക്ഷപ്പെടാം. അല്ലാതെ ഇന്നത്തെ കാലത്ത് ഒന്നും നടക്കൂല. എന്തായാലും ഞാനിന്ന് ഈ കറി ഉണ്ടാക്കണ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അത് എങ്ങനെ നല്ല രസത്തിലാണ്. കാരണം വാപ്പ ചെറുപ്പം മുതൽ 9 വയസ്സിൽ എന്നെ ബോംബെക്ക് കൊടുന്നതാണ്. ഇത്രയും ചെറിയ കുട്ടിയാണ് സമയത്ത്. അന്നിപ്പോൾ ഇവിടെ വെച്ചുണ്ടാക്കിയിട്ടൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് അങ്ങനെ ആ കറി ഉണ്ടാക്കണ എല്ലാ രീതികളും ഉപ്പാൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ആ കറി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം, നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട്. അല്ല ഇപ്പോൾ നാട്ടിലാർക്കും വേണ്ടിയിട്ടല്ല. എന്തായാലും ഞാൻ കറി ഉണ്ടാക്കണ വീഡിയോ വിടാം. ഓക്കെ, ബൈ. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്ന ചരാന്തി. അത് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇരുന്ന് കാട്ടും. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം വണ്ടി കാലിയാക്കാണ്ട് കച്ചറ കൊണ്ടുവരാണ്ട് ഒരുപാട് പണിയുടെ തിരക്കാം. ഇനി ഇത് നോക്കിയിട്ടാ. ഓക്കെ, ഇനി വേറെ സംഭവം വിട്ടിട്ട് അതിൻ്റെ കൂടെ എല്ലാം ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ തേങ്ങ ചേരണ്ട സമയം പോക്ക്. ഞാൻ മീൻ കറി ഉണ്ടാക്കണ രീതി ഞാൻ പറഞ്ഞു തരട്ടാ. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. ആ കറിക്ക് ഒരു പ്രത്യേകിച്ച് ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഈ യൂട്യൂബിൽ ഇങ്ങനെ പലതും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു 150 സാധനത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറയും നമ്മളെ കൊണ്ട് ചെയ്യിക്കണ പരിപാടി ഉണ്ടല്ലോ. അത് ചിലത് എങ്ങനെ ഉണ്ടാക്കിയാലൊന്നും അതൊന്നും ടേസ്റ്റ് കിട്ടില്ല. സാധാ നോർമൽ പോലെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് നല്ലൊരു ടേസ്റ്റിൽ ആ കറി ഉണ്ടാവും. അത് തിന്നാനും വായിലേക്ക് നല്ല രുചി ഉണ്ടാവും. അപ്പോൾ ഞാനിതാ എന്ത് തേങ്ങ അതിക്കിട്ട് അതിക്ക് ഒരു അരമുറി സവോള ഇട്ട്. ഇനി ഇത് 1 സ്പൂണ്, 1 സ്പൂൺ അല്ലെങ്കിൽ 1/2 സ്പൂൺ, കൂടുതൽ മല്ലിപ്പൊടി ഇടാൻ പാടില്ല. അപ്പോൾ ആ ഇതിൻ്റെ കുത്ത് ടേസ്റ്റ് ആ ചുവ ഉണ്ടാവുക. അപ്പോൾ ഒരു 1/2 സ്പൂണ് അല്ല 1 സ്പൂൺ വരെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, എന്നിട്ട് അതിക്ക് കുറച്ച് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഒരു 1.5-2 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്ത്, എന്നിട്ട് നമ്മൾ തിന്നണ ജീരകം ഉണ്ടല്ലോ ആ സാധനം കുറച്ച് ഇതായി ഇത്ര കണക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് മിക്സിയിലിട്ടുണ്ട് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചുവ വേറെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇത് 2-3 തക്കാളി, ഒരു 4-5 പച്ചമുളക്, ഒരു ഉള്ളി മാത്രമേ എടുക്കാവുള്ളൂ. നമ്മൾ തേങ്ങ അരച്ച് കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഉള്ളി ഇട്ടിട്ട് ഇതാക്കരുത്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ കറിക്ക് കട്ടി കൂടാനുള്ള തേങ്ങ ഇതിലുണ്ട്. അപ്പോൾ
മുറി തേങ്ങ ആയിട്ട് നമ്മളിത് ഈളാക്കിയിട്ട് അതിക്കുള്ള കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി. ഇനി അത് ഉണ്ടാക്കണ രീതി ഞാൻ പറഞ്ഞുതരട്ടെ. നാട്ടിൽ നിന്ന് വരുമ്പോൾ 5 ലിറ്റർ വെളിച്ചെണ്ണയായിട്ട് പോകുന്നതാണ്. കാരണം ബോംബെയിൽ വെളിച്ചെണ്ണക്ക് ഭയങ്കര വിലയാണ്. 1 ലിറ്ററിന് 250 ഉറുപ്പിക അങ്ങനെന്താ റേറ്റ് ഉണ്ട്. അത് ഒറിജിനലൊന്നും കിട്ടില്ല. ഇതാകുമ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ 5 ലിറ്റർ ഇങ്ങനെ വരുമ്പോൾ കൊണ്ടുവരും. ഇവിടെ അത് ഒന്ന് തീർന്ന് പിന്നെ ഒന്ന് വേറെ അങ്ങനെ വരുമ്പോൾ കൊണ്ടുവരണത്. ഇനിയിപ്പോൾ ഇത് ചെമ്പ് ചൂടാക്കിയിട്ട് കാണിച്ചു തരട്ടാ. ഇത് പ്രവാസികൾക്ക് മാത്രം ഉണ്ടാക്കുന്ന കറി, അവരൊന്ന് കാണാനാണ്, അല്ലാതെ അപ്പോൾ നാട്ടിലുള്ളവർക്കല്ല. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ മാത്രമേ ഇതിൽ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഓയിൽ വേണമെങ്കിൽ ഓയിലും ഇടാം, പക്ഷേ വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കൂടും, അത്രേ ഉള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഉലുവ ഉണ്ടല്ലോ, ഉലുവ എല്ലാവരും പറയും തരാം കുറച്ച് ഇട്ടാൽ മതി എന്നുള്ളത്. കാരണം അതൊന്നല്ല, ഉലുവ ഇടുമ്പോൾ തന്നെ കുറച്ച് അത്യാവശ്യത്തിന് ഇട്ടുകൊണ്ട് ഇന്നത്തെ അതിൻ്റെ ഒരു ചോയ ഇട്ടുള്ളൂ. അതുപോലെ തിന്നണ ജീരകം ഉണ്ടല്ലോ, വടി സോപ്പ്, അതും ഇപ്പോൾ ഞാൻ അത് ഇടാൻ പോണേ, ഉലുവ വന്ന് ഇടാൻ പോകട്ടെ, കണ്ടോളി. അതിട്ട് അത് ഏകദേശം ആയി വരുമ്പോൾ അതിൻ്റെ കൂടെ തിന്നണ ജീരകം ഇപ്പോൾ ഒരുവിധമായി. അപ്പോൾ ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ സവാള ഉണ്ടല്ലോ, പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതായി പച്ചമുളക് ഇട്ട് കൊടുക്കും. പച്ചമുളക് ഒന്നിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, അത്ര മതി. എന്നിട്ട് ഈ സവാള ഒരു ഉള്ളി മാത്രമേ എടുക്കാവുള്ളൂ, കൂടുതൽ എടുക്കരുത്. കാരണം തേങ്ങ അരച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകണത് കണ്ടില്ലേ. ഒരു ഉള്ളി ഇട്ടിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലാതെ ഈ യൂട്യൂബിൽ 150 തരം സാധനങ്ങളിട്ട് പറഞ്ഞിട്ട് മനസ്സിലിട്ടിട്ട് ഇടങ്ങാറാക്കിയിട്ട് അത് പോയി വാങ്ങിക്കൊണ്ടിരാനുള്ള നേരമൊന്നും ഇപ്പോൾ നമുക്ക് ഉണ്ടാവില്ല. എന്നാൽ അതേമാതിരി ഉണ്ടാക്കിയ ടേസ്റ്റ് കിട്ടുമോ, അതും ഉണ്ടാവില്ല. ഈ സാധാ നോർമൽ പോലെ കറി ഉണ്ടാക്കി ആ കറിയുടെ ടേസ്റ്റ് നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കണ പോലത്തെ രുചിയാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇതൊന്നും മുരിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും അത്യാവശ്യം നിന്ന് കണ്ടാൽ ഈ തക്കാളി ഇട്ട് കൊടുക്കുക. ഈ തക്കാളി ഇടുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യണം, ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ, ഇഞ്ചും വെളുത്തുള്ളിയും അത് ഇട്ട പാട് ഒരു ഇളക്കണം. അല്ലാതെ കൂടുതൽ നേരം ഇട്ടിട്ട് ഇതാക്കരുത്, അതിൻ്റെ സ്മെല്ല് കളയാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളി ഇതിട്ടും രണ്ടും കൂടി ഇട്ട പാടനെ ഒരൊറ്റ ഇളക്കൽ, ഞാൻ 2 ഇളക്കലിൻ്റെ ഇളക്കിയ പാടനെ അതിൻ്റെ കുറച്ച് സ്മെല്ല് അതിൽ പിടിക്കണം. അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് അത് ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ രുചിയായിട്ട് പോകും. അപ്പോൾ ഇത് കുറച്ചുണ്ട് ഇടുക, ഇളക്കി. എന്നിട്ട് വേഗം തക്കാളി ഇട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് പുളിങ്ങ പിഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരട്ടെ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പുള്ളി ഒരുവിധം വാടി. ഇനി ഇതിൽ കൂടുതൽ ഇതാക്കാൻ പാടില്ല. എന്നിട്ട് വേഗം എന്ത് ചെയ്യണമെന്ന് അറിയാം, ഈ ഇഞ്ചും വെളുത്തുള്ളി ഉണ്ടല്ലോ അതൊരു കുടുത്തം പിടിച്ചിട്ട് എന്നിട്ട് വെതറി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു കൂടുതൽ നേരം നിങ്ങൾ അതിനെ ഇതാക്കരുതിട്ടാ. കാരണം അതിൻ്റെ സ്മെല്ല് കളയാൻ പാടില്ല, കുറച്ച് സ്മെല്ല് അതിൽ ഇരിക്കണം. ഇപ്പോൾ അതിൻ്റെ മണം ഇങ്ങനെ വരും, നമുക്ക് തന്നെ അറിയാം അതിൻ്റെ കുറച്ച് മണം മൂക്കിലേക്ക് വന്നിക്കണേ. ഇനി കുറച്ച് മണം അതിൽ വേണം. അത് അല്ലാതെ ഇങ്ങനെ അതിലിട്ടിട്ട് ഇങ്ങനെ കുറേ നേരം ഇളക്കുക. കഴിഞ്ഞ് ഇനി ഈ തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നല്ലൊന്നുകൊണ്ട് ഇളക്കുക. ഇനി ഇളക്കിയിട്ട് ഒന്ന് റോസ്റ്റായി വരാനുണ്ട്. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് നല്ല റോസ്റ്റായിട്ടാണ്. ഇനി എന്താ വേണ്ടതെന്ന് അറിയാം, നമ്മൾ ഈ പുളിവെള്ളം ഉണ്ടല്ലോ, ഈ പുളിവെള്ളം പിഴിഞ്ഞിട്ട് അത്യാവശ്യത്തിനുള്ള വെള്ളം എത്ര വേണ്ട വെച്ചാൽ അത്ര വെള്ളം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞങ്ങളോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിൽ തന്നെ ഈ വെള്ളത്തിൽ പൊട്ടിട്ട് പിന്നെ അതിൽ മീനിടുക. മീനിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മീൻ തിളക്കട്ടെ. ഏകദേശം ഒരു മീൻ വേവാണ് ഒരു 10 മിനിറ്റ്. ശരിക്കും ഇങ്ങനെ തിളച്ച് മാറിയെന്നുണ്ടെങ്കിൽ 10 മിനിറ്റേ വേണ്ടുള്ളൂ. അതിൻ്റെ കൂടുതൽ അപ്പുറമൊന്നും മീൻ വേവേണ്ട ആവശ്യമില്ല. അത് ശരിക്കൊണ്ട് വെന്തിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പുളിങ്ങ പിഴിഞ്ഞിട്ട് അത്യാവശ്യമുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ട് പിന്നെ ആ പുളിവെള്ളത്തിൽ വേണം മീനും അതിൻ്റെ എരിവും പുളിയൊക്കെ അതിൽ പിടിക്കാൻ. ആ മീനിൻ്റെ മുകളിൽ ഇങ്ങോട്ട് പിടിക്കും. എന്നിട്ട് 5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഈ തേങ്ങ അരച്ചുണ്ടല്ലോ അത് ഇതിക്കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും ഒരു 5 മിനിറ്റ് കൂടിയാണ് തിളച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ആ കറി നോക്കി, ആ കറിയുടെ ടേസ്റ്റ് നോക്കി. അല്ല ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഈ മീൻ ഇതൊരു പുളിവെള്ളത്തിലാണ് ഇപ്പോൾ നമ്മൾ എല്ലാം ചേർത്തിക്കണത്. ഉള്ളിയും സവാളയും തക്കാളിയും ഒക്കെ റോസ്റ്റാക്കിയിട്ട് ഇപ്പോൾ പുളിവെള്ളമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ പുളിവെള്ളത്തിലേക്ക് വേണം ഇപ്പോൾ ഈ മീൻ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഒരു മിനിറ്റ്. ഇപ്പോൾ ഇടാൻ പോവാണ്. ഇപ്പോൾ ആ പുളിവെള്ളത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ മീൻ ഇട്ടിക്കണത്. നിങ്ങൾ കണ്ടാൽ വിചാരിക്കും ഇതിപ്പോൾ എന്ത് ഭ്രാന്താണ് ഇപ്പോൾ ഓനാ കാട്ടി കൂട്ടണമെന്ന്. അതല്ല സംഭവം. ഇതിൻ്റെ ടേസ്റ്റ് ഇനി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ തന്നെ അറിയുള്ളൂ. ഇതിപ്പോൾ എന്താ പറയുക, മീനിട്ട് കഴിഞ്ഞാൽ അതിലുള്ള എരിവും മസാലയും ഒക്കെ ആ മീനിലിട്ടിട്ട് വേവും. ഒരു 5 മിനിറ്റ് അത് വേവിക്കാവുള്ളൂ, ഡക്ക അടച്ച് വെച്ചിട്ട്. എന്നിട്ട് വേണം നമ്മൾ തേങ്ങ അരച്ച കറി ഉണ്ടല്ലോ, തേങ്ങ അരച്ചതൊക്കെ അത് ലാസ്റ്റ് പിന്നെ ഇട്ട് കൊടുക്കണം. അതൊരു 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ ഇത് കറി, അപ്പോഴാണ് ആ കറിക്ക് എല്ലാ എരിവും പുളിയും എല്ലാം കിട്ടുള്ളൂ. നമ്മൾ ആദ്യത്തെ തേങ്ങ അരച്ചൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് അതിൽ മീൻ ഇങ്ങനെ ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിക്കും ഒരു കറിയുടെ ടേസ്റ്റ് കിട്ടില്ല. ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോൾ പഠിപ്പിച്ചെന്നാണ്. കാരണം ഇപ്പോൾ 61 വന്നിരിക്കണം ബോംബെയിൽ. വളരെ ചെറുപ്പത്തിൽ വാപ്പ വന്നിട്ട് പാവം റോട്ടുമേ കച്ചവടമുള്ള സമയത്തൊക്കെ കറി ഉണ്ടാക്കിയിട്ടൊക്കെ ജീവിതം കഴിഞ്ഞ് പോയിരുന്ന ആളാണ്.
അന്ന് ആ ചെറുപ്പത്തിൽ ഞാൻ 9 വയസ്സിൽ ഞാനും വന്നിക്കണ്. കാരണം ഇപ്പം എന്നു വെച്ചാൽ 9 വയസ്സിൽ കൊടുത്തിക്കണ് ഞാൻ. അപ്പം അന്ന് 61 വന്നതിന് ശേഷം പിന്നെ ഞാൻ അന്ന് അന്ന് 9 വയസ്സാണ്. ഇപ്പോൾ ഞാൻ കുട്ടിയായിരുന്നു. ആ കാലത്ത് ഇന്നെ ബോംബെ കൊടുത്തിട്ട് ഇവിടെ ഓരോന്നും ചെയ്ത് പഠിപ്പിച്ചിരുന്ന സംഭവങ്ങളാണ്. ഇത് നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തിളച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ആ കറി 5 മിനിറ്റ് വരെ തിളച്ചിക്കണം കേട്ടോ. ഇനി ഓക്കെ, ഇനി അത് ഇടാൻ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ആ തേങ്ങ അരച്ച കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ കറിയുടെ കളറൊക്കെയാണ് കാണാണ്ട് നിങ്ങൾക്ക്. ഇപ്പോൾ തിളക്കണ കാലത്താണ് ഇതിലിങ്ങനെ പുക കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് തിളച്ച് വരുന്നാൽ ഇപ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് രുചി നോക്കി കഴിഞ്ഞാണ്ടല്ലോ ഇതിലേക്ക് എല്ലാം അടങ്ങിയിരിക്കണം. കാരണം എന്ന് വെച്ചാൽ എരിവും പുളിയും മസാലയും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ് ഈ സംഭവം ഈ കറിയായി മാറിക്കണത്. അല്ലാതെ നമ്മൾ ഈ യൂട്യൂബിൽ ഉണ്ടാവും ഒരു 150 സാധനങ്ങളൊക്കെ കണ്ട് പറഞ്ഞിട്ട് മനുഷ്യനിട്ടിട്ട് അത് കൊണ്ടുവരാനോ അത് ഉണ്ടാക്കാനോ അത് കണ്ടാൽ വിചാരിക്കും 1.5 ടേസ്റ്റാണെന്നാണ്. എന്നാൽ ഇത് നോർമലായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്ത ആ കറിക്ക് നല്ല, അതുപോലെ മീൻ പൊരിക്കുമ്പോൾ അതിൽ കുറച്ച് പുളിങ്ങാപ്പി ഒന്ന് മീനിൻ്റെ നമ്മൾ പറഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ മീൻ പൊരിച്ചാൽ അതും നല്ല ടേസ്റ്റാണത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാണിപ്പോൾ കറി. ഈ കറി അവിടെ കൂട്ടി കഴിഞ്ഞിട്ടില്ല ഭയങ്കര അതുപോലെ ഞാൻ ഈ ആട്ടിറച്ചി അത് ഞാൻ ഇതേമാതിരി നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ടത് സിമ്പിൾ പരിപാടിയാണ്. അല്ലാതെ ആട്ടിറച്ചിക്ക് വേണ്ടിയിട്ട് 1000 മസാല കൊടുത്തിട്ടൊന്നും ഇതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ ആട്ടിറച്ചിയാണ് ഒക്കെ എന്താ വെച്ചാൽ എൻ്റെ ഇപ്പോൾ പഠിപ്പിച്ചെന്ന സംഭവങ്ങൾ. അതുകൊണ്ടാണ് ആ പഴയ ആൾക്കാർ എന്തെങ്കിലും കാണിച്ചെന്ന ആ കറിയുടെ ടേസ്റ്റ് എപ്പോഴും ഉണ്ടാവും. അല്ല ഇപ്പോൾ വരുന്ന ഓരോരുത്തരും എന്തെങ്കിലും കൊണ്ട് കാട്ടി കൂട്ടിയിട്ട് അതിൽ വിട്ട് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് ഭയങ്കര ടേസ്റ്റാണെന്നാണ്. എന്ത് ടേസ്റ്റ്? എന്നാൽ പഴയ ആൾക്കാർ പറഞ്ഞു തരുന്ന മാതിരി നിങ്ങൾ ഉണ്ടാക്കിയൊക്കെയാണ് ആ കറിയുടെ ടേസ്റ്റ് വേറെ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കറി ഇനി ഒരു 5 മിനിറ്റ് കൂടി തിളച്ചാൽ കറി കൊണ്ട് ഇറക്കി വെച്ചാൽ സൂപ്പർ പരിപാടിയാണ്. ഓക്കെ, എൻ്റെ പണിക്കാരൻ ചെറുക്കതാ വണ്ടി കാലിയായി കൊണ്ടിരിക്കണം. പാവം ഞാൻ അത് കഴിഞ്ഞിട്ട് ചോറ് വെക്കണം. അപ്പോൾ ഇനി ശരി, ഓക്കെ. അപ്പോൾ കറി ഉസാറായി. കറിയുടെ പരിപാടി കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞാൽ തിളച്ചാൽ ഇറക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. നിങ്ങൾ ഈ പ്രവാസികൾക്ക് വേണ്ടിയിട്ടാ. ഓക്കെ, ബായ്. ഇനി മീൻ പൊരിക്കണ സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം. അതും കൂടി കാണിച്ചു തരാം. ഇതിൽ എന്താ ചെയ്ത് അറിയോ, കുറച്ച് പുളിവെള്ളം ഇതിൽ ഒഴിച്ചിട്ട് കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വരെ ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ അത് ആ ചട്ടി ചൂടാവുന്നത്. എന്നിട്ട് ഈ മീനാണ്ട് എടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയിട്ടാണ്. നിങ്ങൾ വിചാരിക്കണ്ടാവും എന്താ ഇപ്പോൾ ഇവൻ ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. ഇതൊക്കെ ഞാൻ ചെയ്യാനുള്ള കാരണം ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളതൊക്കെ ഇപ്പോൾ പണ്ട് പഠിപ്പിച്ചു തന്ന് പാവം പോയത്. അപ്പോൾ ആൾക്ക് വയ്യ, അപ്പോൾ ആൾ ശ്വാസം വയ്യ, വീട്ടിൽ തീരും വയ്യാത്തൊരവസ്ഥയിലാണ് പാവം പാടുള്ളത്. ഇവിടെ ഒരുപാട് കാലം വെച്ചുണ്ടാക്കി ഭക്ഷണം കഴിച്ചിരുന്ന ആളാണ് നമ്മളെ വാപ്പ. അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. പിന്നെ എൻ്റെ പണിക്കാർ കുട്ടികൾക്ക് എന്താ വെച്ചാൽ ഞാൻ എന്തെങ്കിലും കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല വയറച്ച് ചോറ് കഴിക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടം. എപ്പോഴും എന്നോട് പറയും എന്നോട് തന്നെ ഉണ്ടാക്കാൻ പറയും. എന്നാൽ ഞാൻ എന്നൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. എന്നാൽ ഉണ്ടാക്കിയാലോ ഭയങ്കര ആ ഒരു ദിവസം ഉണ്ടാക്കിയാൽ 2 ദിവസം എന്താ അങ്ങോട്ട് പറയാം. കാരണം ഇത് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. എന്നാൽ ഉണ്ടാക്കി കഴിഞ്ഞാലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ പണിക്കാർ കുട്ടികൾ അവരുണ്ടാക്കൂട്ടോ. അവരുടെ നാട്ടിലെ ഭക്ഷണമൊക്കെ അവരുണ്ടാക്കും. അതും കുഴപ്പമില്ല, നല്ല ഭക്ഷണം തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കി. എന്നിട്ട് അതിൻ്റെ ഒരു ദിവസം ടേസ്റ്റ് നോക്കി. ഓരോരുത്തരുടെ നാട്ടിൽ ഓരോരുത്തർ എന്താ കാണണം നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു നോക്കി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ ഉണ്ടാക്കിയ കറി ഇപ്പോൾ ഞാൻ ഈ കുക്കറിലാണ് ചോറ് വെക്കണത്. ഇതിൻ്റെ കാരണം എന്താ അറിയുമോ, ഗ്യാസ് ഒരു മാസം ഞാൻ സാധാരണ ഈ കുക്കർ കൊണ്ടുവരാണ്ട് മുന്നേ സാധാരണ ഇതിൽ ചോറ് വെക്കുമ്പോൾ ഒരു മാസം കൊണ്ട് ഗ്യാസ് തീരുക. അപ്പോൾ അതിൻ്റെ ശേഷം ഇത്രയും വലിയൊരു കുക്കർ വാങ്ങിയിട്ട് ഇതിൽ 5 ആൾക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇതിൽ 5 ആൾക്ക് ഭക്ഷണം കഴിക്കാം. ഇതിൽ ആവശ്യമുള്ളവർ വിട്ട് കഴിഞ്ഞാൽ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ചോറ് ഊറ്റി കഴിഞ്ഞാൽ 2 മാസം വരെ ഈ ഗ്യാസ് നിലനിന്ന് 2 മാസം വരെ ഗ്യാസ് നിലനിന്ന് പോരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഗ്യാസ് തീരുമായിരുന്നു. നിങ്ങൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് വേണം. അതിന് ശേഷമാണ് ഞാൻ ഈ കുക്കർ മേടിച്ചത്. അപ്പോൾ ഓക്കെ, ഇനി ഞങ്ങളെ കട അടച്ചുകൊണ്ടിരിക്കണം. 9 മണിയായി. ഇനി ആട്ടിറച്ചി ഉണ്ടാക്കുന്ന സംഭവം പറഞ്ഞു കേട്ടോ. സിമ്പിൾ പരിപാടി. അല്ലാതെ നിങ്ങൾ കണ്ടമാനം സാധനം വാങ്ങിക്കൊടുന്ന് ഉണ്ടാക്കൊന്നും വേണ്ട. ഓക്കെ, ബായ്.